അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 9th ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത് കമ്മ്യൂണിക്കേഷൻ ടീംസാണ്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയാൻ പോകുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫർമേഷനുകളെയും ഐഡിയകളെയും അല്ലെങ്കിൽ ഒരാളുടെ ഫീലിങ്സിനെയും ഒരു പേഴ്സണിൽ നിന്ന് മറ്റേ പേഴ്സണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇൻവോൾവ് ചെയ്യുന്നത് സെൻഡിങ് മെസ്സേജ് ഉണ്ടാവും, പിന്നെ റെസീവ് മെസ്സേജ്. ഒരു മെസ്സേജ് ഒരാൾ സെൻഡർ സെൻഡ് ചെയ്യുകയും അത് റിസീവ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സ് ഇവിടെ നടക്കും. അപ്പോൾ ഇനി അത് അടുത്ത് എന്താണ് കമ്മ്യൂണിക്കേഷൻ, ഇതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് ഇൻഫോർമേഷൻ ഈസ് എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ത്രൂ എ കോമൺ സിസ്റ്റം ഓഫ് സിമ്പിൾ, സൈൻ ഓർ ബിഹേവിയർ. ഒരു ഇൻഡിവിജ്വലിൽ നിന്നും മറ്റൊരു ഇൻഡിവിജ്വലിലേക്ക് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. അത് എങ്ങനെ ചെയ്യുക? കോമൺ സിസ്റ്റം ഓഫ് സിമ്പിൾസ്, ചിലപ്പോൾ വർത്തമാനത്തിലൂടെയും അല്ലെങ്കിൽ ചിലപ്പോൾ സൈനുകളിലൂടെയും സിമ്പിൾസിലൂടെയും ചിലപ്പോൾ ചില സ്വഭാവങ്ങളിലൂടെയും ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഇങ്ങനെയൊക്കെ ഇൻഫർമേഷൻ സെൻഡ് ചെയ്യുന്ന ഒരു രീതി, പ്രോസസ്സിനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഒരു ടീമിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഒരു ടീം മെമ്പർ മറ്റേ ടീം മെമ്പറിലേക്ക് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുക. അതിൽ പ്രധാനമായും കോർഡിനേഷൻ, അവർ തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ഒരു സഹകരണം, ഏകോപനം, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഇതൊക്കെ ഉറപ്പുവരുത്താൻ സഹായിക്കും. അപ്പോൾ ഒരു ടീമിൻ്റെ പെർഫോമൻസിൽ വലിയൊരു പങ്ക് കമ്മ്യൂണിക്കേഷൻ വഹിക്കേണ്ടതെന്ന് അർത്ഥം. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സ് എങ്ങനെയൊക്കെയാണ്? അപ്പോൾ ഇതിൽ കുറച്ച് എലമെൻറ്റ്സ് ഉണ്ടാവും. അത് ഒന്നാമത്തത് സെൻഡർ, ഒരു ഇൻഫർമേഷൻ ഉണ്ടാവും, മെസ്സേജ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻ സെൻഡ് ചെയ്യുന്ന ഒരു പേഴ്സൺ ഉണ്ടാവണം. പിന്നെ മെസ്സേജ്, അങ്ങനെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഐഡിയ അല്ലെങ്കിൽ ഇൻഫർമേഷൻ അവിടെ ഉണ്ടാവണം. പിന്നെ എൻകോഡിങ്, ഈ കൺവേർട്ടിങ് മെസ്സേജ് ഇൻ ടു സിമ്പിൾസ്. ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ അതെങ്ങനെ പറയണം അല്ലെങ്കിൽ അതെങ്ങനെ കൺവേ ചെയ്യണം എന്നുള്ള സിമ്പിളിലേക്ക് അത് എൻകോഡ് ചെയ്യും. പിന്നെ ചാനൽ, മീഡിയം ത്രൂ വിച്ച് മെസ്സേജ് സെൻഡ് ചെയ്യും. ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നൊരു മീഡിയം ഉണ്ടാവും, അത് ഉണ്ടാവും. പിന്നെ റിസീവർ, സ്വീകരിക്കുന്ന ഈ മെസ്സേജ് റിസീവ് ചെയ്യുന്ന ഒരാളുണ്ടാവും. പിന്നെ ഡീകോഡിങ്, ഈ മെസ്സേജ് അയാൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് ആ മെസ്സേജ് സ്വീകരിക്കുന്നു. പിന്നെ ആ മെസ്സേജ് റെസ്പോണ്ട് ചെയ്യുന്നു, ആൾ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്ന സ്റ്റേജാണ് അടുത്തത്. ഇനി ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടൈപ്സ്. ഒന്നാമത്തെ ഫോർമൽ കമ്മ്യൂണിക്കേഷൻസ് ആണ്. അത് ഒഫീഷ്യലായിട്ടുള്ള ചാനൽസിലൂടെ ഉണ്ടാവുക, ലൈക്ക് റിപ്പോർട്ട്, മെമോസ്, പിന്നെ ഒഫീഷ്യൽ മീറ്റിംഗ്, ഇതൊക്കെയാണ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ പ്രത്യേക ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക മീഡിയം ഒന്നും യൂസ് ചെയ്യാതായിരിക്കും. ഇൻഫോർമലായിട്ടുള്ള ലൈക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടാകുന്ന ഗ്രൂപ്പിൽ നമ്മൾ പേഴ്സൺ ടു പേഴ്സൺ ഉണ്ടാവുന്ന കമ്മ്യൂണിക്കേഷൻ, സാധാ ഫ്രണ്ട്സുകൾ തമ്മിലൊക്കെ ഉണ്ടാവുന്ന കമ്മ്യൂണിക്കേഷനാണ് ഇൻഫോർമൽ. പിന്നെ ഡയറക്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഈ കമ്മ്യൂണിക്കേഷൻ ഡയറക്ഷനുകളുണ്ട്. അതിലൊന്നാമത്തെ ഡൗൺവേർഡാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രം സുപ്പീരിയർ ടു സബോർഡിനേറ്റ്. അപ്പോൾ മേലെ നിൽക്കുന്ന ഒരാൾ, ഒരു ടീച്ചർ ഒരു സ്റ്റുഡൻറ്റിനോട് അല്ലെങ്കിൽ ഒരു മാനേജർ അയാളുടെ എംപ്ലോയിയോട് അങ്ങനെയൊക്കെ പറയുന്ന ഇതാണ്. അതിൽ ഇൻസ്ട്രക്ഷൻസ്, പോളിസികളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അപ്വാർഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ സബോർഡിനേറ്റ് സുപ്പീരിയറിലേക്ക് ഉണ്ടാകുന്ന കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ അതിൽ കൂടുതലായിട്ടും സജഷൻസ്, ഫീഡ്ബാക്കുകളൊക്കെ ആയിരിക്കും. പിന്നെ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ ലെവലിലുള്ള എംപ്ലോയീസ് തമ്മിൽ ഉണ്ടാകുന്ന കമ്മ്യൂണിക്കേഷനാണ്. അത് ഗ്രൂപ്പുകൾ തമ്മിലുള്ള കോർഡിനേഷനുകളൊക്കെ കോർഡിനേഷൻ അല്ലെങ്കിൽ സഹകരണം ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കുന്നു. പിന്നെ ബാരിയേഴ്സ്, ഈ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ബാരിയേഴ്സ് പ്രധാനമായും ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നോയ്സ്, നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ചുറ്റുപാടിലുണ്ടാവുന്ന നോയ്സുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വാളിൻ്റെ അപ്പുറത്തു നിന്നാണ് പറയണമെങ്കിൽ അപ്പം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ രണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പേഴ്സൺ തമ്മിലുള്ള ദൂരം, ഇതൊക്കെ ഫിസിക്കൽ ബാരിയേഴ്സാണ്. പിന്നെ സൈക്കോളജിക്കൽ ബാരിയേഴ്സ്, ഇപ്പോൾ ഒരാളോടുള്ള മുൻവിധി അല്ലെങ്കിൽ ദേഷ്യം, ഇങ്ങനെ ഉണ്ടാകുന്ന ഇമോഷൻസ്, അല്ലെങ്കിൽ ഈ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, ഇതൊക്കെ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് ഉൾപ്പെടുന്നു. പിന്നെ അടുത്തത് സെമാൻറ്റിക് ബാരിയേഴ്സാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾസിൽ അല്ലെങ്കിൽ റോങ് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന
പല അർത്ഥങ്ങൾ വരുന്ന ഒരു വേർഡ് യൂസ് ചെയ്താൽ അതിലുണ്ടാവുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ, ഇങ്ങനത്തെയൊക്കെയാണ് സെമാൻറ്റിക് ബാരിയേഴ്സിൽ വരുന്നത്. പിന്നെ ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷനിലിടയിലുള്ള ആളുകൾ അല്ലെങ്കിൽ വേറെ വേറെ കോമൺ ഗോൾസ് സെറ്റല്ലാത്ത ഓർഗനൈസേഷൻ തമ്മിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇടയിൽ തന്നെ ഓർഗനൈസേഷൻ്റെ പല കാര്യങ്ങളുള്ള ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് ഉണ്ടാവും. പിന്നെ അടുത്ത് ഈ ഇംപ്രൂവിങ് കമ്മ്യൂണിക്കേഷൻ ടീംസ് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള വഴികൾ എന്ന് പറയുന്നത് ഒന്ന് ക്ലിയർ ഈ ലാംഗ്വേജ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഡബിൾ മീനിങ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ വാക്കുകൾ, ഒരുപാട് അർത്ഥമുള്ള വാക്കുകൾ യൂസ് ചെയ്യാതിരിക്കുക, ഇങ്ങനത്തെ ഇതാണ്. പിന്നെ എൻകറേജിങ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്കുകൾ ഒരു കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഫീഡ്ബാക്ക് സ്വീകരിക്കുക. പിന്നെ നല്ല കേൾവി കൊടുക്കുക, ഇൻട്രസ്റ്റോടെ കേൾക്കാൻ സഹായിക്കുക. പിന്നെ ഡിസ്ട്രാക്ഷൻ നോയ്സൊന്നും ഇല്ലാത്ത സ്ഥലത്ത് കേൾക്കുക. പിന്നെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ക്ലൈമറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അടുത്തത്. പിന്നെ ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻസ്, ഇത് ടീം കോർഡിനേഷന് എഫക്റ്റീവായിട്ടും പിന്നെ അത് ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കുന്നു. പിന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ റെഡ്യൂസ് ചെയ്യുന്നു. പിന്നെ കോർപ്പറേഷനും ഡെസിഷൻ മേക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഇത് സഹായിക്കുന്നു. പിന്നെ ഇനി അടുത്തത് കൺക്ലൂഷനാണ്. കമ്മ്യൂണിക്കേഷൻ ഒരു ടീം ഫങ്ഷൻ ചെയ്യുന്നതിൻ്റെ ഒരു ബാക്ക് ബോണാണ് കമ്മ്യൂണിക്കേഷൻ. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ലീഡ്സ് ടു ബെറ്റർ പെർഫോമൻസ്. മാനേജേഴ്സ് മസ്റ്റ് എൻഷുർ ക്ലിയർ ആൻഡ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. വർക്കേഴ്സ് തമ്മിലും അല്ലെങ്കിൽ മാനേജേഴ്സ് തമ്മിലുമുള്ള കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആവാൻ എപ്പോഴും മാനേജേഴ്സ് സൂക്ഷിക്കുകയും വേണം. ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. അസ്സലാമു അലൈക്കും.